എന്റെ സന്തോഷവും സമാധാനവും തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് തകർക്കുന്നത് ആരായാലും അവരുടെ കഴുത്തിൽ ആദ്യം വെട്ടുന്നത് ഈ രമാദേവി തന്നെയായിരിക്കും. അതെന്റെ ഭർത്താവായാലും എന്റെ മക്കളായാലും എന്റെ കൂടപ്പിറപ്പായാലും. അതിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. മറ്റൊന്നും കൊണ്ടല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടിയോ ഇല്ലെന്ന് അറിയില്ല. കർമ്മം മുടങ്ങി ഇനി അതിന്റെ പേരിൽ മോക്ഷം കിട്ടാതിരിക്കണ്ട. എടോ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി ബലിയിടാം. അതിനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. അതിനു മുമ്പ് അച്ഛനെ പോയെന്ന് കാണണം. ബലിയിടുന്ന കാര്യം പറയണം. പോകാം. ജയിലിൽ പോയി ദാസറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. ഉടനെ തന്നെ പോവാം. എങ്ങോട്ട് പോകുന്ന കാര്യാ രണ്ടാളും കൂടി പറയുന്നേ? ഞങ്ങള് ഫാം ഹൗസിൽ പോകുന്ന കാര്യം പറയുമായിരുന്നു. രണ്ടുപേരുടെയും കറക്കം കുറച്ച് കൂടുന്നുണ്ട്. മാഡം അറിയാതെ സൂക്ഷിച്ചാ മതി. ചിന്നു, നീ മുകളിലേക്ക് ചെല്ലേ. ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം അങ്ങോട്ട്. ശരി ചന്ദ്രാമ്മ. ആ ചെല്ല്. ചേച്ചി, നീ കൊറേ നേരമായോ വന്നിട്ട്? കുറച്ചു നേരമായി. അല്ല, ചേച്ചി എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? വെറുതെ. നിന്നെ നേരിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടും കൊറേ ദിവസമായില്ലേ, അതുകൊണ്ടാ ഫോൺ വിളിക്കാതെ നേരിട്ട് കാണാന്ന് പറഞ്ഞത്. നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മഹിയോട് സംസാരിച്ചിരുന്നു. കോടതിയില് വക്കീലായിട്ട് വന്നത് മഹിയല്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടരുതെന്നും ഞാൻ അവനെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. അത് ശരി. ഇനി വക്കീലായിട്ട് വന്നത് മഹിയല്ലെന്ന് കള്ളം പറഞ്ഞാണെങ്കിലോ? അങ്ങനെ കള്ളം പറയാൻ പ്രത്യേകിച്ച് സാധ്യതയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ശിവദാസനും അവനും തമ്മില് പരിചയമൊന്നുമില്ലല്ലോ. പിന്നെ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ വരട്ടെന്നേ ഉള്ളൂ. കോടതിയിൽ ശിവദാസന് വേണ്ടി വാദിച്ചത് മഹിയാവാം, അല്ലാതിരിക്കാം. ചേച്ചിയോട് അവനല്ല എന്ന് പറഞ്ഞത് ഞാനിപ്പോ മുഖവലിക്കെടുക്കാം. പക്ഷേ നാളെ ഒരു സമയം അത് അവൻ തന്നെയാണെന്ന് ഉറപ്പായ ചേച്ചിയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? സ്വന്തം മകനെ ചേച്ചി സംരക്ഷിക്കുവോ അതോ? ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുതാരാണെന്ന് നിനക്കറിയൂ? അത് ഞാൻ തന്നെയാ. എന്നെ എനിക്ക് വലിയ ഇഷ്ടം. എന്റെ സംസാരം, എന്റെ പ്രവൃത്തികൾ, അങ്ങനെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആള് ഈ ഞാൻ തന്നെയാ. അതുകൊണ്ട് തന്നെ എന്റെ സന്തോഷവും സമാധാനവും തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് തകർക്കുന്നത് ആരായാലും അവരുടെ കഴുത്തിൽ ആദ്യം വെട്ടുന്നത് ഈ രമാദേവി തന്നെയായിരിക്കും. അതെന്റെ ഭർത്താവായാലും എന്റെ മക്കളായാലും എന്റെ കൂടപ്പിറപ്പായാലും. അതിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. നിലനിൽപ്പാണ് പ്രധാനം. ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞേ ഉള്ളൂ രമയ്ക്ക്. അതിന്
നിനക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം കൂടി ഉണ്ട് ചേച്ചി. ഉം. ആ കൊട്ടാരം ഒന്ന് പുതുക്കി പണിഞ്ഞ് ഒരു റിസോർട്ട് ആക്കിയാലോ എന്നൊരു ഐഡിയ ഉണ്ട് എനിക്ക്. അല്ല, എന്താ ചേച്ചിയുടെ അഭിപ്രായം? വല്ലവരുടെയും കെട്ടിടം നീ എങ്ങനെ റിസോർട്ടാക്കും? ഹ, അതിനുള്ള ചില പ്ലാനുകൾ ഉണ്ട് ചേച്ചി. ഒരു കള്ളപ്പട്ടയം ഉണ്ടാക്കി അതെന്റെ പേരിലേക്ക് ആക്കിയിട്ട് പോക്കുവരവ് നടത്തിയ പിന്നെ അതെനിക്ക് സ്വന്തമല്ലേ. എന്തായാലും ഇനി അതും തിരക്കി ആരും വരാനൊന്നും പോകുന്നില്ല. വെറുതെ അവിടെ ഇട്ടേക്കുന്നത് എന്തിനാ? അത് റിസോർട്ടാക്കി മാറ്റിയ നല്ല കാശ് കിട്ടും. നീ അവിടെ ഇതും പറഞ്ഞ് കയറുന്ന ദിവസം ആ കൊട്ടാരത്തെയും നിന്നെയും ബോംബിട്ട് തകർക്കും ഞാൻ, ഈ രമാദേവി. ഇവരെന്താ ആലോചിക്കുന്നത്? ഡബിൾ പ്ലേക്കുള്ള പണിയായിരിക്കൂ. ഇവര് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. ഈ നരിയോടാ കളി. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി തമ്പുരാനും തമ്പുരാട്ടിക്കും ബലിയിടണമെന്ന് ആഗ്രഹം. അവിടെയായാലും ഇവിടെയായാലും മോള് സൂക്ഷിച്ചു പോണെന്നേ ഉള്ളൂ. എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം. നാട്ടിൽ പോയി പൂജകൾ ചെയ്ത് ബലികർമ്മം നടത്തണമെന്നാവും അവരുടെ ആത്മാക്കളുടെ ആഗ്രഹം. നമ്മുടെ സാഹചര്യവും സന്ദർഭവും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എവിടെയായാലും മതി. ഇങ്ങനെയൊന്ന് നോക്കട്ടെ അച്ഛാ, അപ്പോഴത്തെ തീരുമാനം പോലെ ചെയ്യാം. ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. നാട്ടിൽ പോയാലും വേറൊന്നും സംഭവിക്കില്ല. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. മോളെ, അമ്മ സുഖായിരിക്കുന്നോ? പിന്നെ ആശുപത്രി പോയോ? ഇല്ല, ചെക്കപ്പ് ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. പാവം, അച്ഛൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അച്ഛൻ ഫാം ഹൗസിൽ തന്നെയാണെന്ന വിചാരം. നന്നായി. അവളോട് തൽക്കാലം ഒന്നും പറയണ്ട. വെറുതെ വിഷമിക്കാന്നല്ലാതെ ആ മിണ്ടാപ്രാണിയെ കൊണ്ട് എന്ത് സാധിക്കും? അച്ഛനൊന്ന് പുറത്തിറങ്ങിയാൽ എല്ലാത്തിനും ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതുവരെ എങ്ങനെയെങ്കിലും എന്റെ മോളൊന്ന് പിടിച്ചു നിൽക്ക്. വിസിറ്റേഴ്സിനുള്ള സമയം കഴിഞ്ഞു. എന്നാ ശരി മോളെ. എടോ,